നമസ്കാരം, ന്യൂസ് ചെക്കിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാനപ്പെട്ട 10 വാർത്തകൾ ഒന്ന് നോക്കാം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായി പിണറായി വിജയനിലേക്ക് വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കമ്പനി ഉടമ ശശിധരൻ കർത്ത നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ED ഈ നീക്കം നടത്തുന്നത്. മുഖ്യമന്ത്രിയുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പേരിലാണ് പണം നൽകിയതെന്ന് കർത്ത സമ്മതിച്ചതോടെ ഇതിന് പ്രത്യുപകാരമായി സർക്കാരിൽ നിന്ന് വഴിവിട്ട സഹായങ്ങൾ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് കേന്ദ്ര ഏജൻസി പരിശോധിച്ചു വരികയാണ്. കാരണഭൂതൻ കാരാഗൃഹത്തിലേക്കോ എന്ന് ജനം. കുറ്റിപ്പുറത്ത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ദേശീയപാതയിൽ സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞ് യുവാവ് മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആരംഭിച്ച് പോലീസും മോട്ടോർ വാഹന വകുപ്പും. അമിത വേഗതയാണോ അതോ ടയർ പൊട്ടിയതുപോലെയുള്ള സാങ്കേതിക തകരാറുകളാണോ അപകടത്തിന് വഴിവെച്ചതെന്ന് കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. അപകടത്തിൽ കോഴിക്കോട് പെരുവേൽ സ്വദേശി വിഷ്ണുവാണ് മരണപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ 3 യാത്രക്കാരടക്കം നിരവധി പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ദേശീയപാതയിലെ ഡിവൈഡറുകളുടെ ഗുണമേന്മ പരിശോധിക്കാൻ പോകരുത്. കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാരെ അനുസ്മരിച്ച് രാജ്യം. കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുമ്പോൾ വീരമൃത്യു വരിച്ച സൈനികർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. കാർഗിൽ വിജയ് ദിവസ് ഇന്ത്യൻ സായുധ സേനയുടെ അസാധാരണ ധൈര്യത്തിന്റെയും അചഞ്ചലമായ ദേശസ്നേഹത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണെന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 136ാമത് എപ്പിസോഡിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കാർഗിലിലെ മഞ്ഞുമലകളും അതികഠിനമായ കാലാവസ്ഥയും ശത്രുവിന്റെ ആക്രമണങ്ങളും ഉൾപ്പെടെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചാണ് ഇന്ത്യൻ സൈന്യം ചരിത്ര വിജയം നേടിയതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭാരതീയ സൈന്യം എന്നും നമ്മുടെ അഭിമാനമാണ്. പൊതുവേദിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ സാക്ഷിയാക്കി CPM നേതൃത്വത്തിനും LDF കൗൺസിലർമാർക്കും കോൺഗ്രസിനുമെതിരെ കടുത്ത വിമർശനങ്ങളുമായി അമ്പലപ്പുഴ MLA G സുധാകരൻ. ആലപ്പുഴ നഗരസഭയിലെ LDF കൗൺസിലർമാർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ് എന്നും തനിക്കെതിരെ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന വിവരം മുൻകൂട്ടി അറിയിക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്നും സുധാകരൻ തുറന്നടിച്ചു. കൂടാതെ CPMലെ ഒരു വിഭാഗവുമായി കോൺഗ്രസ് അനാവശ്യ കൂട്ടുകച്ചവടം നടത്തുകയാണെന്നും ഇത്തരം അനാവശ്യ ബന്ധങ്ങൾ വലിയ അഴിമതികൾക്കാണ് വഴിതെളിക്കുന്നതെന്നും ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം ആരോപിച്ചു. വേലിയിലിരുന്ന സുധാകരനെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ചല്ലോ എന്ന് ചെന്നിത്തലയുടെ മൈൻഡ് വോയിസ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതായി കർണാടക മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് MLAയുമായ സിദ്ധരാമയ്യ. രാഷ്ട്രീയ തരംഗം മലീമസമായതിനാൽ 2028 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും സജീവ രാഷ്ട്രീയത്തിൽ തുടരുമെന്നും സിദ്ധരാമയ്യ വ്യക്തമാക്കി. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും തനിക്ക് 80 വയസ്സ് പിന്നിടും. ആരോഗ്യം തൃപ്തികരമല്ലാത്തതിനാൽ പഴയതുപോലെ പ്രവർത്തിക്കാനാകില്ല. തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് 50 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് അടുത്ത തെരഞ്ഞെടുപ്പെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയായ കോൺഗ്രസ് ഒരു സെപ്റ്റിക് ടാങ്ക് ആണെന്നും മലീമസമാണെന്നും തിരിച്ചറിയാൻ പാവത്തിന് മുഖ്യമന്ത്രി പദം തെറിക്കേണ്ടി വന്നു. 2018 മഹാപ്രളയം സംബന്ധിച്ച് മുൻ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയുടേതാണ് എന്ന പേരിൽ പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ച സമയത്ത് കൃഷ്ണൻകുട്ടിയുടേതാണെന്ന് ആരോപിക്കപ്പെടുന്ന ഓഡിയോ ടേപ്പ് മാത്യു കുഴൽനാടൻ MLA ആണ് പുറത്തുവിട്ടത്. സ്വന്തം പാർട്ടി അംഗവും മുൻ മന്ത്രിയുമായ മാത്യു T തോമസിനെ ലക്ഷ്യമിട്ടായിരുന്നു സംഭാഷണം. തോട്ടപ്പള്ളി സ്പിൽവേയും പെരിങ്ങൽകുത്ത് ഡാമും സമയത്തിന് തുറക്കാതിരുന്നത് കൈക്കൂലിക്ക് വേണ്ടിയാണെന്നും ഇതാണ് പ്രളയത്തിന് കാരണമായതെന്നും കൃഷ്ണൻകുട്ടി സ്വന്തം പാർട്ടിയിലെ മുതിർന്ന ഒരംഗത്തോട് പറയുന്ന ശബ്ദരേഖ മാത്യു കുഴൽനാടന്റെ അടുത്തെത്തിച്ചത് ജനതാദൾ മുൻ നേതാവ് RS പ്രഭാത് ആയിരുന്നു. മണിയാശാന്റെയും ശബ്ദരേഖ ഉണ്ടെന്നും പക്ഷേ പരിശോധിക്കാൻ പോയ ഉദ്യോഗസ്ഥന്മാർ അസഭ്യം കേട്ട് മടുത്ത് പിന്മാറിയെന്നും സ്ഥിരീകരിക്കാത്തൊരു കിംവദന്തിയുണ്ട്. പുരാതനമായ ബുദ്ധമത കേന്ദ്രം സാരാനാഥ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇന്നലെ ദക്ഷിണ കൊറിയയിലെ പുസാനിൽ നടന്ന ലോക പൈതൃക സമിതിയാണ് ഭാരതത്തിന്റെ അപേക്ഷ അംഗീകരിച്ച് സാരാനാഥിനെ ലോക പൈതൃക പട്ടികയിൽപ്പെടുത്തിയത്. ഈ പട്ടികയിൽ ഇടം പിടിക്കുന്ന ഭാരതത്തിലെ 45ാമത് കേന്ദ്രമാണിത്. ഭാരതത്തിന്റെ മഹത്തായ പാരമ്പര്യത്തിന് വീണ്ടും ലഭിച്ച അംഗീകാരമാണിത്. ചരിത്ര നേട്ടത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര ഷെഖാവത്തും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അഭിനന്ദിച്ചു. ലോക പൈതൃക സമിതി പേര് കേട്ടാൽ തന്നെ അറിയാം സംഘപരിവാർ സംഘടനയാണ്. വടക്കൻ ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സേനയുടെ തലവൻ കൊല്ലപ്പെട്ടതായി ഹമാസ് നിയന്ത്രിക്കുന്ന ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ശനിയാഴ്ച ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട 5 പലസ്തീനികളിൽ ഒരാളായ അൽ മഖാംത വടക്കൻ ഗാസ മുനമ്പിന്റെ ഗവർണർ എന്നും അറിയപ്പെട്ടിരുന്നു. ഗാസ നഗരത്തിന് വടക്കുള്ള ഷെയ്ഖ് റദ്വാൻ പ്രദേശത്താണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഹമാസിന്റെ സൈനിക വിഭാഗത്തിലും അദ്ദേഹം അംഗമായിരുന്നുവെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ഇയാൾ തീവ്രവാദികൾക്ക് ഏറെ പ്രചോദനം നൽകുന്നയാളായിരുന്നുവെന്ന് IDFും പറഞ്ഞു. ഹൂറിഫൈഡായ ഹമാസിന് അഭിനന്ദനങ്ങൾ. ഇനി അർമാദിക്കാലോ. പാറ്റ സമരത്തിൽ പങ്കെടുത്തു മടങ്ങിയ മുതിർന്ന ബോളിവുഡ് നടി ഷബാന ആസ്മിക്ക് പന്നിപ്പനി സ്ഥിരീകരിച്ചു. രോഗബാധയെ തുടർന്ന് ഡോക്ടർമാർ 5 ദിവസത്തെ പൂർണ്ണ വിശ്രമവും ഐസൊലേഷനും നിർദ്ദേശിച്ചു. 102 ഡിഗ്രി പനിയെ തുടർന്ന് നിലവിൽ ചികിത്സയിലാണ് 75-കാരിയായ താരം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളിലാണ്
താരം സജീവമായി പങ്കെടുത്തു വന്നത്. ജൂലൈ 20 ദില്ലിയിൽ നടന്ന ചലോ സൻസദ് പ്രക്ഷോഭത്തിൽ നടി പങ്കാളിയായിരുന്നു. തുടർന്ന് ദില്ലി ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തിൽ 3 ദിവസം നേരിട്ടെത്തി പങ്കെടുത്തു. തുടർന്ന് താരം മുംബൈയിലേക്ക് തിരിച്ചു. പന്നികളോട് ഇടപഴകിയാൽ പിന്നെ പന്നിപ്പനിയല്ലാതെ പക്ഷിപ്പനി വരുമോ? ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ബാഡ്മിന്റൺ, വനിതാ ക്രിക്കറ്റ്, മറ്റ് കായിക ഇനങ്ങളിലെ വിജയങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് ഇന്ത്യൻ അത്ലറ്റുകളുടെ സമീപകാല നേട്ടങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. തന്റെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 136ാമത് എപ്പിസോഡിലാണ് ഗെയിംസിൽ മത്സരിക്കുന്ന ഇന്ത്യൻ അത്ലറ്റുകൾക്ക് അദ്ദേഹം വിജയം ആശംസിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്താൽ പട്ടിണി മാറൂല മോദി. ഇതോടെ ന്യൂസ് ചെക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.